ഇന്ന് നമ്മൾ പല്ല് ക്ലീൻ ആക്കാണ്. വെള്ള പല്ലുള്ളവര് തൽക്കാലം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഈ വീഡിയോ എന്നുള്ളത് പല്ലിന്റെ മുകളിൽ പ്ലേക്ക് വന്നവർക്കും ടാറ്റർ വന്നവർക്കും മഞ്ഞപ്പല്ലായവർക്കുമാണ്. ഇനി പല്ലിന്റെ മൊത്തത്തിലുള്ള കളർ കണ്ടിട്ട് ഇച്ചങ്ങായൊക്കെ ഒരു ഡോക്ടറാണോ പല്ലൊന്ന് തേച്ചുകൂടെന്ന് ചോദിക്കണ്ട. കുറച്ചൊക്കെ സ്റ്റെയിനിങ് ഉണ്ടെങ്കിലും ബാക്കിയുള്ളത് ഇനാമല് തിന്നായോണ്ട് ഡെന്റിന്റെ കളർ കാണുന്നതാണ്. പക്ഷേങ്കിൽ കാൽക്കുലസ് വന്നത് എന്തായാലും കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. അപ്പൊ കുറച്ച് ആൾക്കാരുടെ ഡൗട്ടാണ് ഇതേപോലെ പ്ലേക്കും കാൽക്കുലസ് ഒക്കെ ഉണ്ടാവുമ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റും ഡെപ്പോസിഷൻ കൂടല്ല, അപ്പൊ ടീത്തിന്റെ സ്ട്രെങ്ത് കൂടണ്ടേന്ന്. പക്ഷേങ്കിൽ ഇതേപോലെ പ്ലേക്കും കാൽക്കുലസും ടാറ്ററൊക്കെ ഉണ്ടാവുമ്പോൾ ടൂത്ത് ഡീകേ ഉണ്ടാവും, അല്ലെങ്കിൽ ഗം ഡിസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബാഡ് ബ്രീത്ത് അഥവാ സ്മെല്ലൊക്കെ ബാഡ് ആയിട്ട് വരാം. ചില കേസിൽ നമുക്ക് ആ പല്ല് തന്നെ നഷ്ടപ്പെടാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കെയിലിംഗ് ചെയ്യുന്നതാണ് നല്ലത്. ചില പ്ലേക്കും കാൽക്കുലസ് ഒക്കെ പെട്ടെന്ന് പോവെങ്കിലും ചിലതിന് നമ്മൾ ഡീപ്പായിട്ട് റിമൂവ് തന്നെ വേണ്ടി വരും. നമ്മൾ അനസ്തീഷ്യ ഒന്നും എടുക്കാണ്ടാണ് എടുത്തത്, എന്നാലും തീരെ പെയിൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞപ്പോ നമ്മളെ പല്ല് ഏകദേശം ഇതേപോലെ ആയി. പക്ഷെങ്കിൽ ക്ലീനിങ് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് സെൻസിറ്റിവിറ്റി വരാറുണ്ട്. ഇങ്ങനെ സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് സെൻസിറ്റിവിറ്റി എന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ.